എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോഴും സ്വയംഭോഗം തെറ്റെന്ന് വിശ്വസിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. പുരുഷന്മാർ സ്വയംഭോഗത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കും, പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. നിരവധി സ്ത്രീകൾ ചെയ്യാറുണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമേ സ്വന്തം പങ്കാളിയോട് പോലും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കത്തുള്ളൂ. എന്നാൽ സ്വയംഭോഗം എന്നത് അത്ര മോശമായി കാണേണ്ട കാര്യമല്ല. ലൈംഗികതയുടെ ഒരു ഭാഗമാണിത്. തനിയെ ലൈംഗിക സുഖം തേടുന്ന ഈ പ്രവൃത്തി ആരോഗ്യപരമായി നോക്കിയാൽ ഗുണവും ദോഷവും നൽകും. ആരോഗ്യപരമായി ചെയ്താൽ ആരോഗ്യം നൽകുന്ന ഒന്നാണിത്. അനാരോഗ്യമായി ചെയ്താൽ അനാരോഗ്യവും ഇത് നൽകും. ചിലപ്പോഴൊക്കെ സ്ത്രീകൾ ഇതിനായി സ്വീകരിക്കുന്ന ചില വഴികൾ ഏറെ ദോഷം വരുത്തും. അതായത് അപകടം പിടിച്ച രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. ഇതിന്റെ പേരിൽ സ്വകാര്യ അവയവങ്ങളിൽ മുറിവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും എന്തിന് ശസ്ത്രക്രിയ വരെ വേണ്ടിവരുന്നവരുമുണ്ട്. സ്ത്രീ അവയവത്തിൽ ക്ലിറ്റോറിസ് എന്ന ഭാഗം ഉത്തേജിപ്പിക്കുമ്പോഴാണ് ലൈംഗിക സുഖം സ്ത്രീകൾക്ക് കൂടുതലായും ലഭിക്കുന്നത്. ഇതിലെ നാഡികൾ തന്നെയാണ് ഇതിന് കാരണം. അതിനാൽ തന്നെ ക്ലിറ്റോറിസ് ഉത്തേജനത്തിലൂടെയാണ് ഭൂരിഭാഗം സ്ത്രീകളും ലൈംഗിക സുഖം അനുഭവിക്കുന്നത്. അല്ലാതെയുള്ള ലൈംഗിക സുഖം എന്ന് പറയുന്നത് 20% മാത്രമേ ഉള്ളൂ. അതായത് ലിംഗയോനി ബന്ധത്തിലൂടെ കിട്ടുന്നത് 20% മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇന്ത്യയിൽ വൈബ്രേറ്റർ നിയമപരമായി പ്രചാരത്തിലില്ലെങ്കിലും പല വെബ്സൈറ്റുകളും വൈബ്രേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകളിൽ ചിലരെങ്കിലും വൈബ്രേറ്ററുകൾ ഉപയോഗിക്കാറുമുണ്ട്. ബാറ്ററി ഓപ്പറേറ്റഡ് വൈബ്രേറ്ററുകളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇത് പൊതുവെ സുരക്ഷിതമാണ്. അതുപോലെ വെള്ളം ശക്തിയായിട്ടൊഴിച്ച് സ്റ്റിമുലേഷൻ വരുത്തുന്നവരുണ്ട്. ചിലർ ഇതൊന്നുമല്ലാതെ മറ്റ് സാധനങ്ങളിലൊക്കെ യോനിയിലേക്ക് പ്രവേശിപ്പിച്ച് സ്റ്റിമുലേഷൻ വരുത്തുന്നവരുണ്ട്. അത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലർ കമഴ്ന്നു കിടന്ന ശരീരഭാഗം കഠിന പ്രതലത്തിൽ ഉരച്ച് സ്റ്റിമുലേഷൻ വരുത്തുവാൻ ശ്രമിക്കുന്നു. പുരുഷന്മാർക്ക് പൊതുവെ ഈ രീതി ദോഷം വരുത്തില്ലെങ്കിലും സ്ത്രീകൾക്ക് ഈ ഭാഗം വളരെ ലോലമായതിനാൽ മുറിവുകൾക്കും അണുബാധകൾക്കുമെല്ലാം സാധ്യത കൂടുതലാണ്. യോനിയെ ഉത്തേജിപ്പിക്കാൻ സ്ത്രീകൾ പലപ്പോഴും പച്ചക്കറികൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുക്കുംബർ, വഴുതനങ്ങ, ക്യാരറ്റ് പോലെയുള്ള പച്ചക്കറികൾ. ചിലർ മെഴുകുതിരി, മുരിങ്ങയ്ക്ക പോലെയുള്ളവയും ഇതിനായി ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് മുമ്പൊരു സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ സ്ത്രീകളും ഈ തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. ചിലർ അശ്ലീല വീഡിയോ കണ്ട് അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതേക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മറ്റു വസ്തുക്കൾ യോനി ഭാഗത്തേക്ക് കടത്തുന്നത് അണുബാധ പോലെയുള്ളവയ്ക്ക് സാധ്യതയേറെയാണ്. മാത്രമല്ല, മൃദുവല്ലാത്തവ ഉപയോഗിക്കുമ്പോൾ വരുന്ന ദോഷങ്ങൾ ഒരുപാടുണ്ട്. യാതൊരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സ്വയംഭോഗത്തിനായി ഉപയോഗിക്കാൻ പാടില്ല. ലൈംഗിക അവയവങ്ങളിൽ മുറിവേൽക്കാത്ത രീതിയിൽ വേണം സ്വയംഭോഗം ചെയ്യാൻ. പോലെ വൈബ്രേറ്ററുകൾ പോലെയുള്ളവ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ വൈബ്രേറ്റർ ഉപയോഗിക്കുമ്പോഴും അത് അണുബാധയ്ക്ക് സാധ്യത ഏറും. അതൊരു കാരണവശാലും ഇത് ഷെയർ ചെയ്യാൻ പാടില്ല. പലപ്പോഴും ലേഡീസ് ഹോസ്റ്റലുകളിലും മറ്റും ഇത്തരം ഷെയറിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അണുബാധയും മുറിവും ഉണ്ടാകാൻ ഇടയുള്ള ഭാഗമാണ് സ്ത്രീയുടെ ലൈംഗിക അവയവം. ഇതിനാൽ തന്നെ അതീവ ശ്രദ്ധ സ്ത്രീകൾ തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.